പേര് മഹേഷ് പി ശ്രീനിവാസൻ. ഇത് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറയുന്ന എൻ്റെ 4ാമത്തെ സിനിമയാണ്. ആദ്യ സിനിമ ചങ്ങാതിപ്പൂച്ച, രണ്ടാമത്തെ മൈ ബിഗ് ഫാദർ, മൂന്നാമത്തെ അഭിയും ഞാനും, 4ാമത്തെ സിനിമ ധ്യാനമായിട്ട് ചേർന്ന കുടുംബശ്രീയും കുഞ്ഞാടും. ഇതൊരു ഫാമിലി പറഞ്ഞില്ലേ, ഒരു ഫാമിലി സിനിമ, ഒരു സ്ത്രീയെ ബേസ് ചെയ്ത് പോകുന്ന സാധനമാണ്. ഒരു ലേഡിയെ ആരാണ് കുഞ്ഞാടാവുന്നതും കുടുംബസ്ത്രീ ആവുന്നതും കുഞ്ഞാടാവുന്നതും അതാണ് എൻ്റെ. മഹേഷ് ഏട്ടനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ വർഷം മുന്നേ ഒരു സിനിമ കയറിയിരുന്നു. അതൊന്ന് എനിക്ക് തോന്നുന്നു പല കാരണങ്ങൾ, മഹേഷ് ഏട്ടൻ്റെ തിരക്ക് കാരണം അന്നത് നടന്നില്ല. പിന്നെ മഹേഷ് ഏട്ടൻ, എനിക്ക് തോന്നുന്നു മഹേഷ് ഏട്ടൻ ഈ സിനിമ ചങ്ങാതിപ്പൂച്ചയൊക്കെ ചെയ്യുന്നതിന് മുന്നേ മഹേഷ് ഏട്ടൻ മലയാളത്തിലെ ഭയങ്കര അറിയപ്പെട്ടിരുന്ന, ഭയങ്കര തിരക്കുള്ള ഒരു ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ആ കാലം തൊട്ടിട്ട് മഹേഷ് ഏട്ടനെ കേട്ടിട്ടുണ്ട് ഒരുപാട്. മഹേഷ് ഏട്ടനെ പറ്റിയിട്ടും മഹേഷ് ഏട്ടൻ വർക്ക് ചെയ്ത സിനിമകൾ, അച്ഛൻ്റെ പക്ഷിപ്പായലകളെ ആ സമയത്തൊക്കെ ഇല്ല. അത് കഴിഞ്ഞ് മിസ്റ്റർ ക്ലീൻ, വിനയൻ സാറിൻ്റെ ഇവിടെ ഇരുന്ന മഹേഷ് ഏട്ടൻ. അപ്പോൾ എനിക്ക് മഹേഷ് ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൈ ബിഗ് ഫാദർ അല്ലേ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മഹേഷ് ഏട്ടനെ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് നമ്മളൊരു 7-8 വർഷം മുന്നെയാണ് ഒരു കഥയായിട്ട്, വേറൊരു സിനിമയുടെ കഥയായിട്ട് ആദ്യം കാണുകയും അതിൻ്റെ ചർച്ച നടക്കുകയും പിന്നെ അന്ന് ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് മഹേഷ് ഏട്ടൻ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് സിനിമയായിട്ട് വന്ന സമയത്ത് മഹേഷ് ഏട്ടൻ്റെ സിനിമ, അല്ലെങ്കിൽ മഹേഷ് ഏട്ടൻ്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു, അന്ന് നടക്കാതെ പോയൊരു സിനിമ വീണ്ടും വേറൊരു കഥയായിട്ട് മഹേഷ് ഏട്ടൻ വന്നപ്പോൾ നമുക്കിത് ചെയ്യാമെന്ന് പറയും. അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ഷാജൻ ചേട്ടൻ, ഫക്രു ചേട്ടൻ ബിഗ് ഫാദറിന് ശേഷം മഹേഷേട്ടൻ്റെ കൂടെ വീണ്ടും, ജാഫർക്ക, സ്നേഹ, ലിച്ചി, സലീമേട്ടൻ, മണിയമ്പള രാജു, ഇത്രയും ഒരു നീണ്ട താരനിരയുള്ളൊരു സിനിമ. അപ്പോൾ ഒരുപാട് എന്താ പറയട്ടെ, എനിക്ക് വന്നൊരു 10-12 ദിവസത്തോളം ഞാൻ എൻ്റെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർത്തിട്ട് അതിന് ശേഷം നേരെ ജോയിൻ ചെയ്ത്, അതിന് മുന്നേ ഇത് ചെയ്തിട്ടാണ് നേരെ അത് ജോയിൻ ചെയ്തത്. ഒരു ചെറിയ കുടുംബചിത്രം, ക്ലീൻ ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാവുന്ന ആ ജോണറിൽ മനുഷ്യൻ്റെ പ്രീവിയസ് സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും വെച്ചാൽ മൈ ബിഗ് ഫാദർ ആയിക്കോട്ടെ, ചങ്ങാതിപ്പൂച്ച ആയിക്കോട്ടെ, ഇതൊക്കെ ആർക്കും ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമയായിരിക്കും. ആ രീതിയിൽ ഒരു എന്താ പറയണ്ടേ, ഒരു നൈസ് ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കുടുംബശ്രീ. പിന്നെ ബെനിച്ചേട്ടൻ US നിന്നാണ്. ബെനിച്ചേട്ടൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസറാണ്. സിനിമയോടുള്ള, എനിക്ക് തോന്നുന്നു ബെനിച്ചേട്ടൻ സിനിമ ഒന്നും അധികം കാണാറില്ലല്ലേ. സിനിമ കാണാറില്ലെങ്കിൽ പോലും സിനിമയോടും അല്ലെങ്കിൽ സിനിമാക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ബെനിച്ചേട്ടൻ. ഇതിലൊരു ക്രൂഷ്യൽ, ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബെനിച്ചേട്ടൻ ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നു അല്ലേ? ആണല്ലേ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും ഈ വരുന്ന മെയ് 31 റിലീസാവുകയാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. ഇതും അതുപോലെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ സിനിമകളൊക്കെ എൻ്റെ 3 ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞത് ഞാൻ ശരിക്കും ധ്യാൻ്റെ അടുത്ത് 2-3 സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതിൽ ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ടു, കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് സഹകരിക്കാൻ ഭയങ്കര താല്പര്യം കാണിച്ചു. പിന്നെ ഞാനൊരു ദ്രോഹം ചെയ്തു പുള്ളിയോട്. ഞാൻ 10 ദിവസത്തെ ഡേറ്റ് വാങ്ങിയിട്ട് ഉറങ്ങാൻ സമ്മതിച്ചില്ല. അന്ന് മുതൽ വെളുക്കുന്ന ഷൂട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എക്സ്ട്രാ ഡേറ്റും തന്നു, എന്നോട് കോപ്പറേറ്റ് ചെയ്തു, വളരെ സഹകരിച്ച് എന്നോട് ചെയ്തു. അതിലേക്ക് വളരെ നന്ദിയുണ്ട് ധ്യാനോട്.
ഇല്ല ഇനി മലത്തി അടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അവനെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം ഇനി എന്നുള്ളൊരു തീരുമാനത്തില. ഞാൻ വിളിച്ചത് അതിനൊന്നും ആയിരുന്നില്ല. അതിനിടയിൽ ഈ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനു വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഈ സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്നുവെച്ചാൽ ദീപു കുഞ്ഞിരാമായണത്തിന്റെ റൈറ്ററാണ്. അപ്പോൾ ദീപുയുടെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ട് ദീപു കയ്യിൽ വെച്ചിരുന്ന, ദീപുവിൻ്റെ ഒരു തൂപ്പ് ചീട്ട് പോലെ വെച്ചിരുന്ന ഒരു സിനിമയാണ്. പിന്നെ വിപിൻ്റെ ആദ്യ സിനിമ മുദ്ദുകോ ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പിയാർ ചെയ്യുന്നത്. ആക്ച്വലി എന്നെ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ഏത് കഥാപാത്രമാണ് എനിക്കൊന്ന് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അന്ന് അഭിനയിക്കാൻ പറ്റിയില്ല. ബേസിലെ സുഹൃത്തായിട്ട് അവസാനം വരുന്ന അല്ലേ. അപ്പോൾ അന്ന് വിപിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സിനിമ നന്നായതിൽ അത് ബേസിൽ ഏതാ അങ്ങനെയല്ല. അന്ന് വിപിൻ്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ടും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വേറെ ഏതൊരു പടത്തിന് ക്ലാഷ് വന്നുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബേസിലിനെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ അവൻ വിചാരിച്ചു ഞാൻ ഇതിനെ സക്സസ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞു സിനിമ ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻസ് അറിയിച്ചു. അപ്പൊ ഇനി ഒരു മത്സരം വേണ്ടല്ലോ. ഇനി ഇവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാനും അവനും തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രാഞ്ചൈസി പോലെ നാടോടിക്കാറ്റ് പട്ടണം പ്രകൃഷ്ടം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കുക എന്നുള്ള തീരുമാനമാണ്. സന്ധ്യയായി അല്ല നമ്മള് എന്താ പറയണ്ടേ, ഞങ്ങളൊരു ഗാനമേള ട്രൂപ്പാണ്. അത് ഞങ്ങളുടെ ഞാനും സ്നേഹയും ജാഫർക്കയും പിന്നെ പക്രുചേട്ടനൊക്കെ കൂടെയുള്ള ഒരു നാട്ടിലുള്ള ഒരു സ്മോൾ ടൗണിലുള്ള ഗാനമേള ട്രൂപ്പാണ്. ഈ ട്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും, അതിനിടയിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്നൊരു സംഭവവും, അതൊരു ഒരു 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 പോയിന്റ് കഴിയുമ്പോൾ അതിൻ്റെ സിനിമയുടെ സ്വഭാവം മാറുന്നതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലോട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് തൊട്ടിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം, അതിനെ സീരീസ് ഓഫ് ഇവൻറ്റ്സ്, പിന്നെ അതിൻ്റെ ഒരു ക്ലോഷറൊക്കെയാണ് സിനിമയുടെ ഒരു ആകത്തുക. വളരെ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൂട്ടഡായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ബേസിക്കലി. ആ ആ ഇപ്പോഴും അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിപ്പോൾ കഥയോ എന്നല്ല, നമ്മൾ മഹേഷേട്ടനോടൊരു സിനിമ ചെയ്യാൻ, കഥ ഈ സിനിമയെ സംബന്ധിച്ചൊരു സെക്കൻഡറി. ഞാൻ മഹേഷേട്ടനോടൊന്നൊരു സിനിമ ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് കുറേ കാലം മുന്നേ പ്ലാൻ ചെയ്തു, അത് നടന്നില്ല. അപ്പം നാളെ പിന്നെ മഹേഷേട്ടനൊരു സബ്ജക്റ്റുമായിട്ട് വന്നു, ഇത്രയും ദിവസം മതി എന്ന് പറയുന്നു. എന്നോട് ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പറഞ്ഞത്. പിന്നെ മഹേഷേട്ടനെ കുറിച്ച് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ മഹേഷേട്ടന് വേണ്ടി ചില സിനിമകൾ, ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ പോലും എനിക്ക് കഥ അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മളൊരു സിനിമയിൽ നമുക്ക് ഈ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ചില ആൾക്കാർ ഇപ്പം വിപിൻ്റെ സിനിമ ഞാൻ പറഞ്ഞ ഗുരുവായൂരമ്പല നടയിലായിക്കോട്ടെ, നമ്മൾ ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ, ഒരു പ്രത്യേകിച്ച് ഒരു കരിയറിൽ, ആക്ടിങ് കരിയറിൽ ഒരു പ്ലാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം പകുതിയോടുകൂടി, വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മാറിയെന്നോ അല്ല അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറച്ച് സിനിമകൾ ഉണ്ട്, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോ, ഒരു ഫിക്സ് മാത്രം പോരല്ലോ. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ പോലെ ഫ്ലോപ്സ് മാത്രം തെറ്റിപ്പോയി, ഫ്ലോപ്സ് മാത്രം പോരല്ലോ. ഇടയ്ക്ക് ഹിറ്റൊക്കെ വേണം, ഒരു ഹിറ്റൊക്കെ അടിച്ച് പിന്നെ ഒന്ന് താഴോട്ട് പോകണം, പിന്നെ ഒന്ന് പൊന്തി വരണം. ലൈഫും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല. എല്ലാവരും സിനിമ നന്നാവണം, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള ഈ സിനിമ ആയിക്കോട്ടെ, എല്ലാവരും ജെന്യുവൻലി സിനിമ നന്നാവണം എന്ന് ആഗ്രഹിച്ച് സിനിമയിൽ വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വെറുതെ ആരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു
മോശം സിനിമയാണെന്ന് വെച്ചാലും കാശ് മുടക്കില്ല, അല്ലെങ്കിൽ ബെനിചേട്ടൻ ഇതിന് വേണ്ടിയിട്ടായിട്ട് വന്ന ആളാണ്, ഒരു മോശം സിനിമയ്ക്ക് വേണ്ടി പുള്ളി വരില്ല. മഹേഷേട്ടൻ ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമ, അതും മഹേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടി വന്നതാണ്. സ്വാഭാവികമായിട്ടും ഞാനും മഹേഷേട്ടൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ സിനിമ നന്നാവാൻ വേണ്ടി നമ്മളെ കൂടെ നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ. പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഫേറ്റ് ഉണ്ട്. ഓഡിയൻസ് അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്കാവും ഇതാവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടട്ടെ. എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം പറയാം. രണ്ടും ഓക്കെയാണ്. രണ്ടും ഓക്കെ എന്നല്ല, ഞാനിപ്പോ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോവുക. ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറേ വർഷമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സൈഡിൽ നടക്കും, അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡിൽ അതും കൂടെ തന്നെ വരട്ടെ.